അവർ ഉലാത്തിക്കൊണ്ടേയിരുന്നു. വിശ്രമമില്ലാത്ത ഉലാത്തൽ, നിരന്തരമായ ഉലാത്തൽ. ഇത് കണ്ട് ഭൃത്യൻ ഉലാത്തലോടുലാത്തൽ, ഒടുക്കത്തെ ഉലാത്തൽ. രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് എന്നോടൊപ്പം ഉലാത്തുന്നത്? ഭൃത്യൻ പറഞ്ഞു, ഇവിടത്തെ ഉപ്പും ചോറും നിന്നാണ് ഞാൻ വളർന്നത്. ഭൃത്യന്റെ നന്ദിയിൽ രാജാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ചാടിക്കൊണ്ടേയിരുന്നു. നിരന്തരമായ ചാട്ടം. കാര്യമറിയാതെ ഭൃത്യനും തുള്ളിച്ചാടി. ചാടലോട് ചാട്ടം, ഒടുക്കത്തെ ചാട്ടം. രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് എന്നോടൊപ്പം തുള്ളിച്ചാടുന്നത്? ഭൃത്യൻ പറഞ്ഞു, ഇവിടത്തെ ഉപ്പും ചോറും തിന്നാണ് ഞാൻ വളർന്നത്. അത് കേട്ടതും രാജാവിന് സന്തോഷ് ട്രോഫിയായി. രാജാവ് തുള്ളി. ഭൃത്യൻ തുള്ളി. രാജാവും ഭൃത്യനും ഒരുമിച്ച് തുള്ളി. മത്സരത്തുള്ളൽ, തുള്ളലോട് തുള്ളൽ, ഒടുക്കത്തെ തുള്ളൽ. വെറുതെ കിടന്ന് തുള്ളുന്നത് ഭ്രാന്താണെന്ന് കരുതി ഭൃത്യൻ തുള്ളൽ നിർത്തി. അത് കണ്ട് രാജാവും നിർത്തി. ഇനി ഒരല്പസമയം വിശ്രമം. രാജാവ് എന്തോ തിരയുന്നു. തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിരയോട് തിര, നിരന്തരമായ തിര. ഇത് കണ്ട് ഭൃത്യൻ തിരച്ചിലോട് തിരച്ചിൽ. അവസാനം രാജാവ് അത് കണ്ടെത്തി. രാജാവിന്റെ മൂക്കിപ്പൊടി ഡപ്പി. രാജാവ് പൊടിയെടുത്ത് വലിക്കുന്നു. ഭൃത്യൻ തുമ്മുന്നു. രാജാവ് വലിക്കുന്നു. ഭൃത്യൻ തുമ്മുന്നു. പിന്നീട് പൊടിക്കുപ്പി വാങ്ങി ഭൃത്യൻ വലിക്കുന്നു. ഭൃത്യൻ തന്നെ തുമ്മുന്നു. തുമ്മലോട് തുമ്മൽ, ഇടവേളയില്ലാത്ത തുമ്മൽ, ഒടുക്കത്തെ തുമ്മൽ. ഇത് കണ്ട് രാജാവ്, ഭൃത്യൻ, ഇവിടത്തെ ഉപ്പും ചോറും തിന്നാണ് ഞാൻ വളർന്നത്. തുമ്മൽ നിർത്തി. ഭൃത്യൻ രാജാവിനെ കൊഞ്ഞനം കാണിക്കുന്നു. ഇത് കണ്ട് രാജാവ് കോപം കൊണ്ട് വിറയ്ക്കുന്നു. ഭയങ്കര വിറയൽ. ഭൃത്യൻ പേടിച്ച് വിറയ്ക്കുന്നു. കോപം സഹിക്കാനാകാതെ രാജാവ് ഉറഞ്ഞു തുള്ളുന്നു. തുള്ളിക്കൊണ്ടേയിരിക്കുന്നു. നിരന്തരമായ തുള്ളൽ, ഒരാവശ്യവുമില്ലാത്ത തുള്ളൽ. ഇത് കണ്ട് ഭൃത്യൻ തുള്ളലോട് തുള്ളൽ, നിന്ന് തുള്ളൽ, നടന്ന് തുള്ളൽ, പിന്നെ ഓട്ടം തുള്ളൽ. അങ്ങനെ രണ്ടുപേരും തുള്ളി തുള്ളി എങ്ങോട്ടോ പോകുന്നു. ഈ സമയം കൊട്ടാര ഉദ്യാനത്തിലേക്ക് മഹാറാണി കടന്നു വരുന്നു. റാണി ഉലാത്തുന്നു. വീണ്ടും ഉലാത്തുന്നു. ഉലാത്തിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ഉലാത്തൽ നിർത്തി നൃത്തം ചെയ്യുന്നു. ഇന്ന് ഉദ്യാനത്തിലെ പൂക്കളോടും കിളികളോടും കിന്നാരം പറയുന്നു. ബോറടിച്ച മഹാറാണി അത് മതിയാക്കി പിൻവാങ്ങുന്നു. ഒട്ടും സമയം കളയുന്നില്ല. കാമുക രാജകുമാരൻ രംഗപ്രവേശം ചെയ്യുന്നു. രാജകുമാരൻ ആരെയോ തിരയുന്നു. തിരയുന്നു. തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം രാജകുമാരി എഴുന്നള്ളുന്നു. രാജകുമാരിയും ആരെയോ തിരയുന്നു. തിരയോട് തിര,
തിരഞ്ഞ് 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 അവർ കൂട്ടിമുട്ടുന്നു. അവർ ചിന്തിച്ചു, ചിരിച്ചു, തല പുകഞ്ഞാലോചിച്ചു. ആരായിരിക്കും? എന്തു വരട്ടെ എന്ന് കരുതി അവർ പരസ്പരം നേരിൽ കാണുന്നു. കണ്ടുകൊണ്ടേയിരിക്കുന്നു. ആ കാണൽ പിണക്കം മറന്ന് ഇളക്കമാണ്. പ്രണയത്തിന്റെ പ്രണയമാണ്. ഈ രാജാവും ഭൃത്യനും പ്രവേശിക്കുന്നു. രാജാവ് ഇത് കണ്ട് പൊട്ടിത്തെറിക്കുന്നു. വീണ്ടും പൊട്ടുന്നു, വീണ്ടും തെറിക്കുന്നു. രാജാവ് ദേഷ്യം കടിച്ചമർത്താതെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രേരിപ്പിക്കലോട് പ്രേരിപ്പിക്കാൻ തന്റെ വിശ്വസ്ത സേവകന്റെ സൗജന്യ ഉപദേശം രാജാവ് മുഖവിലക്കെടുത്തു. തുടർന്ന് വാളെടുത്തു. ഇത് കണ്ട് രാജകുമാരനും വാളെടുത്ു. രാജകുമാരിയെ ഗാലറിയിലിരുത്തി ഭൃത്യനെ റഫറിയാക്കി അവർ അംഗം വെട്ടാരംഭിച്ചു. നിരന്തരമായ വെട്ടോട് വെട്ട്, പടവെട്ടി മടുത്തു, വെട്ടിക്കൊണ്ടടുത്തു. രാജാവ് ഭൃത്യനെ നോക്കി, രാജകുമാരനെ നോക്കി. രാജകുമാരൻ പുറംതിരിഞ്ഞ് രാജകുമാരിയെ നോക്കി. ഈ തക്കം നോക്കി രാജാവ് രാജകുമാരനെ മരണവെപ്രാളത്തിൽ രാജകുമാരൻ ചെയ്ത ഉപകാരത്തിന് നന്ദി സൂചകമായി രാജാവിനിട്ടും ഒരു കുത്തുകുത്തി. തന്റെ പ്രാണനാഥനും പിതാവും പടവെട്ടി മരിച്ചത് കണ്ട് കുമാരി വിതുമ്പി. വീണ്ടും വിതുമ്പിക്കൊണ്ടേയിരുന്നു. വേദന സഹിക്കാനാകാതെ കുമാരി അച്ഛന്റെ ശരീരത്തിൽ നിന്നും വാള് വലിച്ചൂരി സ്വയം കുത്തി കാലം ചെയ്തു. ഈ സമയം ഊണിന് കാലമായി എന്ന് പറഞ്ഞ് ക്ഷണിക്കാൻ വന്ന മഹാറാണി ഈ ദുരന്ത കാഴ്ച കണ്ട് നെഞ്ചത്തടിച്ചു, നിലവിളിച്ചു, ഹൃദയം പൊട്ടി മരിച്ചു. ഇപ്പോൾ ഇതിനെല്ലാം സാക്ഷിയായി ഭൃത്യൻ മാത്രം. കണ്ണടച്ച് തുറക്കും മുമ്പേ കൺമുന്നിൽ 2 കൊലപാതകം, ഒരു ആത്മഹത്യ, ഒരു സ്വാഭാവിക മരണം. രാജ്യം അനാഥമായി, പ്രകൃതി ശാന്തമായി. കൊട്ടാരത്തിലെ ഉപ്പും ചോറും നിന്ന് വളർന്ന ഭൃത്യൻ നിന്നു വിതുമ്പി. ഞാൻ കാണുന്നത് എന്റെ അച്ഛനെ പോലെ ദൈവത്തെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എന്റെ മഹാരാജാവ്, അമ്മയെ പോലെ എന്നെ സ്നേഹിച്ചെനിക്ക് വെച്ച് വിളമ്പി തന്ന അമ്മ മഹാറാണി, എന്റെ മകളെ പോലെ ഞാൻ എന്റെ രാജകുമാരി. ഇല്ല, ഇവരാരുമില്ലാത്ത ഈ ലോകത്ത് ഈ കാഴ്ച കണ്ട് ഞാൻ ഇവിടെ നിന്ന വരണ പോലീസും നാട്ടുകാരും പറയും ഇവരെ